ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ഇനി പൈസയുടെ കാര്യം മിണ്ടി പോകരുതെന്ന് പറഞ്ഞ് ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളിയിട്ട് അവിടെ നിന്ന് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് നമ്മുടെ സച്ചി, നീ അമ്മ പറയുന്ന കുട്ടിയല്ലേ, അതുകൊണ്ട് അമ്മ പറയുന്നതനുസരിച്ച് ഇവിടെ എവിടെയെങ്കിലും ജോലിയൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു സച്ചി. അച്ഛാ, രേവതി എനിക്കൊരു ട്രിപ്പുണ്ട്, ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി പോകുന്നു. അപ്പോൾ പോട്ടെടാ എന്നും പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി. സ്തുതി അന്നേരം അച്ഛനെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുക, അച്ഛാ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ച്. ആ സമയത്ത് അച്ഛൻ നടന്ന് സ്തുതിയുടെ മുന്നിൽ വന്നു. ചന്ദ്ര പറഞ്ഞത് തന്നെയാണ് എനിക്കും നിന്നോട് പറയാനുള്ളത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സ്തുതിയുടെ ഭാവമൊക്കെ മാറി. എവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ നോക്കാൻ പറഞ്ഞ അച്ഛനും പോയി, രേവതിയും പോയി. ശ്രുതിയും പെരുവഴി ആധാരം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. ശ്രുതിയാണെങ്കിലോ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നു. ശ്രുതിയുടെ ആ ഒരു ഭാവമൊക്കെ കണ്ടിട്ടേ ശ്രുതിക്കും ചെറിയൊരു പേടിയൊക്കെ ആവുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഒരിടത്ത് പോയി ഇരിക്കുക പിറ്റേന്ന്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരാൾ വന്നു. ആ ബ്രോ എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. എന്താ ബ്രോ, കോമയിലാണോ? ഞാൻ ആനന്ദ് എന്നെ ഓർക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റു. എന്താ ബ്രോ, അർജൻറ്റായിട്ട് കാണുമെന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്തതെന്ന് ചോദിക്കുമ്പം എനിക്ക് ബ്രോയോട് സംസാരിക്കണം, എനിക്ക് സംസാരിക്കാൻ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രോയുടെ ഭാര്യ അമ്മയും വീട്ടുകാരൊക്കെ നാട് വിട്ടു പോയോ, അതാണ് സംസാരിക്കാൻ ആളില്ലാത്തതെന്നൊക്കെ ആനന്ദ് ചോദിക്കുമ്പോൾ ഞാൻ ആകെ ഡിപ്രഷനിലാണെന്ന് പറഞ്ഞു ശ്രുതി. നീയല്ലേ കാനഡയ്ക്ക് ജോലി കിട്ടി അവിടേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞത്. ജോലിയൊക്കെ കിട്ടി, പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പോകണമെങ്കിൽ ഏജൻസിയിൽ ഒരു 14 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. ജോലി കിട്ടാതെ അങ്ങോട്ട് കാശ് കൊടുക്കണമെന്നോ? ജോലി ചെയ്ത് നമ്മൾ സമ്പാദിക്കുന്നതിന് മുന്നേ നമ്മളെ കൊണ്ട് അവർ സമ്പാദിക്കുകയാണല്ലോ ബ്രോ എന്ന് ചോദിച്ചു ഇദ്ദേഹം. ജോലി കൺഫേം ആണ് ബ്രോ, പക്ഷേ അവർ പറയുന്ന കാശ് കെട്ടിവെച്ചാലേ ഒരാഴ്ചക്കകം കാനഡയിൽ പോകാം. പക്ഷേ കൊടുക്കാൻ 14 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഇല്ല. ബ്രോയുടെ ഭാര്യയുടെ അച്ഛൻ കോടീശ്വരനല്ലയോ, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ കാശ് കിട്ടത്തില്ലയോ എന്നൊക്കെ ഇയാൾ ചോദിക്കുമ്പം അതൊന്നും നടക്കുന്ന കേസല്ല എന്ന് പറഞ്ഞു. വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി കാശ് തരാൻ ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ എന്നെ അവിടുന്ന് വിരട്ടി വിടുകയാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അപ്പം എല്ലാ വഴികളും അടഞ്ഞിട്ടാണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ തപസ്സിരിക്കുന്നല്ലേ എന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പം അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞിട്ടില്ല, ഒരു വഴി അതിപ്പോഴും തുറന്ന് കിടപ്പുണ്ട്. അതേത് വഴിയാണെന്ന് ചോദിച്ചു. അപ്പം ഈ വഴിയാണെന്ന് പറഞ്ഞ് നമ്മുടെ ബ്രോയുടെ നേരെ കൈ ചൂണ്ടി. ബ്രോ തന്നെ അന്ന് ബ്രോ പറഞ്ഞിരുന്നല്ലോ കാശിൻ്റെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിക്കാൻ മടിക്കരുത് നീ, ഒരു 14 ലക്ഷം രൂപ പലിശയ്ക്ക് കടം തരണം ബ്രോ എന്നും പറഞ്ഞു സ്തുതി. അപ്പോഴേക്കും ഇങ്ങനെ അവിടെ നിന്ന് ഭയങ്കര ചിരി. എടാ, നിന്നെ അറിയാവുന്ന ആരെങ്കിലും നിനക്ക് കാശ് കടം തരൂടാ ബ്രോ? അപ്പം ബ്രോ, എനിക്ക് കാനഡയിലെ ലക്ഷങ്ങളാ സാലറി, കാനഡയിൽ പോയി ഒരു 6 മാസം കഴിയുമ്പോൾ ബ്രോയുടെ കാശ് മുഴുവനും പലിശ സഹിതം ഞാൻ തിരിച്ചു തരുമെന്ന് പറയും. നീ തരും എനിക്കറിയാം, ബ്രോയ്ക്ക് മനസ്സിലായല്ലേ, അത് പിന്നെ ഞാൻ തന്നില്ലെങ്കിലും അന്ന് തന്നതുപോലെ എൻ്റെ ഭാര്യ മുഴുവൻ കാശും തരുമെന്ന് പറഞ്ഞു. ഇതേ നിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ പറ്റ പാട് എനിക്കറിയാമെന്നും പറഞ്ഞ് എടോ ഒരു ചെറിയ തുക വാങ്ങിച്ചിട്ട് തന്നെ എന്നെ നാട് മുഴുവൻ ചുറ്റിച്ചവനല്ലേടാ നീ. 14 ലക്ഷം വാങ്ങിയാലേ നിന്നെ തേടി ചന്ദ്രനിൽ വരെ ഞാൻ പോവേണ്ടി വരും. ഞാൻ എന്നാലും കാശ് നീ തരില്ല. ബ്രോയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലല്ലേ എന്ന് സ്തുതി ചോദിക്കുമ്പം ഈ ലോകത്ത് ആർക്കും നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല ബ്രോ, എനിക്ക് എങ്ങനെയെങ്കിലും കാനഡയിൽ പോയേ പറ്റൂ ബ്രോ, അതിനുള്ള കാശ് തന്നൊന്ന് സഹായിക്കും ബ്രോ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് സ്തുതി ഇങ്ങനെ കാല് പിടിച്ച് പറയുമ്പം എൻ്റെ കയ്യിൽ അതിന് മാത്രം കാശും കാര്യങ്ങളൊന്നുമില്ല. 14 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഞാനിങ്ങനെ പാർക്കിൽ ചുറ്റി തിരിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ബ്രോ, പണം ഉറച്ചില്ലെങ്കിൽ ആ ഒരു ജോലി പോകും, ഇത്രയും നല്ലൊരു ജോലി പിന്നെ എനിക്ക് കിട്ടിയെന്നും വരില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുക. അപ്പം നിനക്ക് പണം വേണമല്ലേ? വേണം, ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞു. എന്ത് വഴി? ഞാൻ നിന്നെ ഒരാളുടെ അരികിൽ കൂട്ടിക്കൊണ്ട് പോകാം. അപ്പോൾ പലിശയ്ക്ക് കാശ് കടം കൊടുക്കുന്ന ആരുടെ അടുത്തെങ്കിലും ആണോ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നേ? അല്ല, പിന്നെ ആരുടെ അടുത്താ? അതെ, ഒരു സ്വാമിജിയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. സ്വാമിജിയോ? അവിടെ പോയിട്ട് എന്തിനാ? വളരെ ശക്തിയുള്ള ഒരു സ്വാമിജിയാണ് അദ്ദേഹം. നമ്മളുടെ ആവശ്യം സ്വാമിജിയോട് പറഞ്ഞാൽ പിന്നെന്താ, പിന്നെ സ്വാമിജി ദൈവത്തോട് പറഞ്ഞത് നിറവേറ്റി തരുമായിരിക്കും. വെറുതെ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കരുത് കേട്ടോ ബ്രോ. സോറി ബ്രോ, നമ്മൾ ആഗ്രഹിച്ചത് നടക്കാൻ വേണ്ടി സ്വാമിജി ഒരു പരിഹാരം പറയും. ആ പരിഹാര കർമ്മം ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ട് നടക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം തന്നെ എനിക്ക് 14 ലക്ഷം രൂപ വേണം. പരിഹാര കർമ്മം ചെയ്താൽ പണം കിട്ടുമെന്നല്ലേ പറഞ്ഞത്? ആ ഒരു പണം സ്വാമിയാണോ നമുക്ക് തരുന്നത്? എങ്കിൽ പിന്നെ സ്വാമി ഒന്ന് ഫോൺ ചെയ്തിട്ട് എന്ത് പരിഹാര കർമ്മമാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അത് ചെയ്തിട്ട് കാശ് വാങ്ങിക്കാനായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ പോരെന്ന് ചോദിച്ചു. നീ ഈ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടവൻ തന്നെയാടാ, നിന്റെ നാക്കാണ് നിന്റെ ശത്രു, നീ നിന്റെ പാട്ടിൽ പോടാന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ അങ്ങ് പോകുമ്പം അയ്യോ എന്നെ കൈവിട്ട് കളയല്ലേ ബ്രോ, ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, നമുക്ക് സ്വാമിയെ കാണാൻ പോകാം, വാ, ഇനി നീ ഒരു അക്ഷരം വേണ്ടി പോയേക്കരുത്, ഞാൻ വാടച്ച് വയ്ക്കാം. ഒന്ന് ബെൻഡ് ചെയ്തേ, ഇച്ചിരി ബെൻഡ് ചെയ്തേ, ഇതേപോലെ എൻ്റെ പുറകെ വന്നാൽ മതി, പറഞ്ഞ് മനസ്സിലായല്ലോ, വാ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ സ്വാമിയെ കൂട്ടാനായിട്ട് പോവുക.
ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ വർഷ ഇങ്ങനെ വണ്ടിയിൽ വരുക കേട്ടോ, സ്കൂട്ടർ ഓടിച്ച് വരും. അപ്പോഴാണ് ഈ നമ്മുടെ സ്വാതി ആദ്യം വിവാഹം കഴിക്കാനിരുന്ന ആ ചെറുക്കനായാലും വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ വർഷയെ കണ്ടപ്പോഴത്തേക്കും ഇവൻ പിന്നാലെ പോവുക, വർഷയെ പിന്തുടർന്ന് പോകണു. അപ്പോൾ ആളൊഴിഞ്ഞ ഒരു വഴിയിലേക്ക് ചെന്ന് വർഷയുടെ സ്കൂട്ടറിന് വട്ടം നിർത്തി. വർഷയാണെങ്കിൽ താൻ എന്ത് തോന്നിവാസോടെ കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് വർഷ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവനെ കാണുന്നത്. ഇവനെ കണ്ടപ്പോഴത്തേക്കും വർഷയുടെ ഉള്ള ജീവൻ അങ്ങ് കത്തിപ്പോയി. ഇവനാണെങ്കിൽ ഒരുമാതിരി ആകെ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കുക. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട്, ഹലോ വർഷ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ നിനക്കും? അതൊക്കെ താൻ എന്തിനറിയുന്നേ, എന്തിനാ എന്നെ തടഞ്ഞു നിർത്തിയതെന്ന് ചോദിച്ചു വർഷ ഇവനോട്. ഇങ്ങനെ തടഞ്ഞു നിർത്തിയതിൽ നീ സന്തോഷിക്കുക, വേഗത്തിൽ വന്ന് നിന്നെ ഇടിച്ച് തെറിപ്പിച്ചൊന്നും ഇല്ലല്ലോ ഞാൻ. പിന്നെ നോക്ക്, നീ എന്നോട് കാണിച്ചതിന് പകരമായിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്, കൊന്നു കളയണമായിരുന്നു നിന്നെ. അപ്പോൾ വർഷം ഇങ്ങനെ പേടിച്ച് നിൽക്കുക കേട്ടോ. ഭയപ്പെടണ്ട, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ, അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. താൻ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? എന്നെ ചതിച്ച നിനക്കുള്ള പണി അന്നേ തരാനായിട്ട് ഒരുങ്ങിയതാ ഞാൻ. പിന്നെ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയതുവാ. പക്ഷേ ഒരു ലേഡി വന്ന് നിന്നെ രക്ഷപ്പെടുത്തി. ഭാഗ്യമുണ്ട് കേട്ടോ നിനക്ക്, ഭാഗ്യമുണ്ട്. അന്ന് അവിടെ നടന്നതിൻ്റെ വീഡിയോ വൈറലായല്ലോ. അച്ഛൻ അത് മാനക്കേടുമായി എന്നെ വഴക്കും പറഞ്ഞു. കുറച്ച് നാള് ഞാൻ പുറത്തൊക്കെ ആയിരുന്നു, പിന്നെ ഇപ്പോഴാ തിരിച്ചു വന്നതേ. എങ്ങനെയുണ്ട്? ഒട്ടും പ്രതീക്ഷിക്കാതെ ദൈവം നിന്നെ എൻ്റെ മുന്നിലേക്ക് ഇട്ട് തരികയും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു വർഷ. കാറെടുത്ത് പോകാൻ നോക്കടാന്ന് പറയുമ്പോഴേക്കും ഇവൻ നിന്ന് ചിരിക്കുക. എനിക്ക് വേണ്ടത് നിന്നെയാ. ഞാൻ കാറെടുത്തൊക്കെ പോകും, പക്ഷേ എൻ്റെ കൂടെ നീയും കാണുമെന്ന് വർഷയോട് ഇവൻ പറയണം. വർഷ അന്നേരം അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. എന്ത് നല്ല സ്വപ്നം, അത് നടന്നത് തന്നെ, ഒന്ന് പോടാ അവിടുന്ന് പറഞ്ഞു വർഷ ദേഷ്യപ്പെടുമ്പോഴും ഇയാൾ ചിരിക്കുക. എന്നെ ചതിച്ചിട്ട് നീ മറ്റൊരുത്തനെ കല്യാണം കഴിച്ചു, അവനെ വിട്ടിട്ട് ഇപ്പം തനിച്ചാണ് താമസിക്കുന്നതെന്നും അറിഞ്ഞു. അവനെ മടുത്തല്ലേ? അപ്പോൾ എൻ്റെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കലാണോ നിൻ്റെ ജോലി എന്ന് ഈ വർഷ ചോദിക്കുമ്പം, വേറെ എനിക്ക് എന്ത് ജോലിയാണുള്ളത് എൻ്റെ വർഷേ? നീ എന്നോട് ചെയ്തത് എനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒന്നിനും കൊള്ളാത്ത മരമണ്ടനാക്കിയില്ലേ നീ എന്നെ ഭയന്ന് നടന്നവരൊക്കെ ഇന്ന് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് പരിഹസിച്ച് ചിരിക്കുക. ഒരു പെണ്ണ് കോമാളി വേഷം കെട്ടിച്ച് ഒരുവനായിട്ടാ ഇപ്പം എല്ലാവരും എന്നെ കാണുന്നത്, നിനക്കറിയാവോ? എന്നെ വലിച്ചെറിഞ്ഞു പോയിട്ട് നീ ഇപ്പം സന്തോഷത്തോടെയാണോ കഴിയുന്നേ? അല്ലല്ലോ. എടി, എൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ നീ ഇപ്പം രാജകുമാരിയെ പോലെ കഴിഞ്ഞേനെ എന്നൊക്കെ ഇയാൾ വർഷയോട് പറഞ്ഞു. അപ്പോഴും വർഷയ്ക്ക് കലി വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടും നീ ഇപ്പം നിൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി തനിച്ചിരിക്കുകയാണല്ലേ? കഷ്ടം, ഞാനിതൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? അപ്പം നിന്നെ കൂടെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് തനിയിരിക്കുന്നത് തന്നെയാണെന്ന് വർഷ അന്നേരം പറഞ്ഞു. എടി, ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ തനിച്ചിരിക്കാൻ വിടുവോ വർഷേ? നീ എൻ്റെ അരുമയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ വർഷം ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് ഇവനെ. പിന്നെ ശ്രീകാന്ത് നിന്നെ മനസ്സിലാക്കിയിട്ടില്ല, പക്ഷേ എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നിന്റെ കല്യാണം കഴിഞ്ഞതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. നീ യെസ് പറഞ്ഞ ഈ നിമിഷം ഞാൻ നിന്നെ സ്വീകരിക്കും എന്ന് പറഞ്ഞ് ആ ഒരു ഡയലോഗ് നിന്നെ കൂട്ടിക്കൊണ്ട് പോകുകയും ചെയ്യും ഞാൻ എൻ്റെ വീട്ടിലേക്കും. ഈ ജോക്കർ ഭ്രാന്ത് പറയാതെ എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാതെ മര്യാദയ്ക്ക് ഒന്ന് പോകാൻ നോക്കാൻ പറഞ്ഞു വർഷ. അതും പറഞ്ഞ് വർഷ അങ്ങ് പോകുമ്പോഴേക്കും ഇവൻ വർഷയുടെ കൈക്ക് കയറി പിടിച്ചു. അങ്ങനെ അങ്ങ് പോവാതെ എന്ന് പറഞ്ഞ്, നീ എൻ്റെ കൂടെ ആടി ഇനി ജീവിക്കാൻ പോകുന്നു, കാറ് കയറടി എന്ന് പറഞ്ഞുകൊണ്ട് വർഷയെ പിടിച്ച് വലിച്ചവൻ കൊണ്ടുപോകാൻ നോക്കും. അപ്പോൾ വർഷ കൈ അങ്ങ് വിടിയിപ്പിച്ചു. എന്നിട്ട് അന്ന് കിട്ടിയത് നീ മറന്നു എന്ന് ചോദിച്ചു വർഷ. അപ്പോൾ മറന്നിട്ടൊന്നുമില്ല, അങ്ങനെ മറക്കാൻ പറ്റുമോ? പിന്നെ അതിൻ്റെ പാടിപ്പോഴും എൻ്റെ മനസ്സിലുണ്ടടി, അത് ഞാൻ മറക്കില്ല. അന്ന് എന്നെ കൈകാര്യം ചെയ്ത ലേഡിയില്ലേ, അവൾക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്, സമയാവട്ടെ. ഇപ്പൊ നീ എൻ്റെ കൂടെ വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞു വർഷയെ പിടിച്ചു വലിച്ചവൻ കൊണ്ടുപോകുക. അങ്ങനെ നമ്മുടെ വർഷയെ പിടിച്ചു വലിച്ചവൻ കൊണ്ടുപോകുമ്പോഴേക്കും വർഷ അവൻ്റെ ചെവിക്കല്ല് തീർത്ത് ഒരൊറ്റ ഒരെണ്ണം കൊടുത്തു. വാടി ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കവളും തിരുമ്മി പിടിച്ചവൻ വർഷയെ പിടിച്ചു വലിച്ച് വണ്ടിയിലേക്ക് കയറ്റാൻ തുടങ്ങുമ്പോഴാണ് ദൈവദൂതനെ പോലെ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി ഓടി വന്നിട്ട് ഇവനെ തട്ടി അങ്ങ് എറിഞ്ഞു. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ചോദിച്ചിട്ട് വർഷ ഇവനോട് ഒച്ച വയ്ക്കുന്നുണ്ട്. സച്ചി ഇറക്കി വന്ന് തട്ടി എറിയുന്ന വർഷം പ്രതീക്ഷിച്ചില്ല, ഇവനും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്നെ അടിക്കാൻ മാത്രം നീ ആരടാ എന്ന് ഈ ചെറുക്കൻ ചോദിക്കും നമ്മുടെ സച്ചിയോട്. പിന്നെ അവനെ അവിടെ എടുത്തിട്ട് ചാമ്പുവാണ് നമ്മുടെ സച്ചി. വിടറാന്ന് പറഞ്ഞിട്ട് ഈ ചെറുക്കൻ ഒരു കല്ലെടുത്ത് സച്ചിയെ ഇടിക്കാനായിട്ട് ചെല്ലുക. വാടാ, ഇടിക്കടാ, അടിക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് ശരിക്കും ഒരു അടിയിടിയായിരുന്നു. അവനെ ഇടിച്ച് കൂട്ടി ഇങ്ങനെ ഒതുക്കി ചുരുട്ടി കൂട്ടി ആ വണ്ടിയിലേക്ക് അങ്ങ് എടുത്തിട്ടു. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് സച്ചി പെട്ടെന്ന് ഇവൻ്റെ ഫേസ് ഓർത്തു. അന്ന് രേവതി
ഇഷ്ടിക എടുത്ത് എറിഞ്ഞില്ലേ, ആ ഒരു ഇത്. അന്ന് ഇവൻ്റെ ഫോട്ടോയും മുഖവും ഒക്കെ ഇങ്ങനെ ക്യാമറയിൽ നല്ല ഒന്നാന്തരമായിട്ട് പതിഞ്ഞതല്ലേ. അപ്പോൾ വർഷ പേടിച്ച് പറിച്ച് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവനല്ലേ അന്ന് നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ നോക്കിയതെന്ന് ചോദിച്ചു സച്ചി. അപ്പോൾ അതേന്ന് പറഞ്ഞു. പക്ഷേ രേവതി ഇഷ്ടിക കൊണ്ട് എറിഞ്ഞ് ഓടിച്ചത് ഇവനെ അല്ലേന്ന് ചോദിച്ചപ്പോഴോ നമ്മുടെ വർഷ അതേന്ന് പറഞ്ഞു. പേടിച്ച് പറിച്ച് നിൽക്കുക വർഷ. ഇത്രയും കാലം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സച്ചി വർക്കുണ്ടാക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് വലിയ ഇത് പറഞ്ഞു നടന്ന നമ്മുടെ വർഷയ്ക്ക് സച്ചി ആരാണെന്നുള്ള യഥാർത്ഥ സത്യം ഇന്ന് മനസ്സിലായിരിക്കണം. അപ്പം നീ വീണ്ടും ഇവരുടെ പിന്നാലെ വന്നോടാ. അന്ന് എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരല്ലേടാ. ഞാൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ നീ ഇപ്പം എൻ്റെ ദേഹത്ത് തൊടത്തില്ലായിരുന്നു. എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാവോടാ എന്ന് ചോദിച്ചപ്പോഴേക്കും കയറി കൊത്തിനങ്ങ് പിടിച്ചു. അത് നീ എന്നോടല്ലടാ ചോദിക്കേണ്ടത്, നിന്റെ അമ്മയോടാടാ പോയി ചോദിക്കേണ്ടതെന്ന് പറഞ്ഞു സച്ചി. പിന്നെ നിന്റെ അച്ഛൻ ആരായിരുന്നാലും എനിക്കെന്താടാ, ഇനിയെങ്ങാനും ഇവരുടെ പിന്നാലെ നീ വന്നാ നിന്റെ കഥ ഞാൻ കഴിക്കും കേട്ടോടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവനെ അവിടെ ഇട്ട് ചേരിക്കും ചവിട്ടി കൂട്ടി. അപ്പം നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടാ, ഞാൻ ആരാണെന്ന് നിന്നെ ഞാൻ അറിയിച്ചു തരാം, അവിടെ കാണിച്ചു തരാടാ നിനക്ക് ഞാനെന്നൊക്കെ പറഞ്ഞിങ്ങനെ ചെറുക്കൻ പറയുമ്പോൾ നിന്നോടിപ്പോൾ കുട്ടിക്കളി കളിക്കാൻ എനിക്ക് സമയമില്ലാന്ന് അങ്ങോട്ട് കോറാന്ന് പറഞ്ഞു അവനെ വണ്ടിയിലേക്ക് ഉന്തി തള്ളി കയറ്റി സച്ചി പറഞ്ഞു വിട്ടു. അപ്പോൾ സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി വർഷയോട് പറഞ്ഞു എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന്. വർഷ നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും സച്ചിയോട് സംസാരിക്കാൻ വർഷ തയ്യാറാവും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ സച്ചി ആണെങ്കിൽ എന്താ പറയുക മര്യാദയുടെ ഏറ്റവും ഇതായിട്ടാണ് നിന്ന് വർഷയ്ക്ക് മുന്നിൽ സംസാരിക്കുന്നത്. ആ സമയത്ത് വർഷയ്ക്ക് പേടിയാണ് മൊത്തത്തിൽ. വർഷയുടെ നെഞ്ച് കിടന്ന് പടപടാന്ന് ഇടിച്ചുകൊണ്ടിരിക്കുക. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടെത്തി ചെറുക്കം കൊള്ളാം, ഇവൻ നിന്നെ കെട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിന്റെ അവസ്ഥ എന്ന് സച്ചി വർഷയോട് ചോദിച്ചു. നിന്റെ ജീവിതം തന്നെ പോവില്ലായിരുന്നു. ശ്രീകാന്തനെ നിനക്ക് കിട്ടിയത് നിന്റെ ഭാഗ്യമാണെന്നും അവനെപ്പോലെ ഒരുത്തിനെ ഭർത്താവായിട്ട് കിട്ടാൻ പുണ്യം ചെയ്യണമെന്നൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ വർഷയോട് പറഞ്ഞു. വർഷ നേരം ഇങ്ങനെ പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയല്ലേ. ആ സമയം പാവം അവൻ നല്ലവനവൻ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി. പിന്നെ അവൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ വരില്ല എന്ന് പറഞ്ഞതെന്ന് സച്ചി വർഷയോട് ചോദിച്ചു. നീ വീട്ടിലേക്ക് വരാത്തത് കൊണ്ടാണ് അവൻ വരാത്തതെന്നും പറഞ്ഞു. പിന്നെ നീ കൂടെ ഉണ്ടെങ്കിലേ അവൻ വരൂ, തനിയെ വരില്ലെന്ന് അവൻ പറഞ്ഞതെന്ന് സച്ചി വർഷയോട് പറയുക. വർഷ ഇങ്ങനെ നിന്ന് ഇങ്ങനെ പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കാം. പാവം ശ്രീകാന്ത്. അവൻ റെസ്റ്റോറൻറ്റിലെ ഒരു ചെറിയ മുറിയിലാണ് താമസിക്കുന്നതെന്നും എന്തിനാ നിങ്ങൾ പ്രണയിച്ചത്, ആരോടും പറയാതെ ഓടിപ്പോയി കല്യാണം കഴിച്ചത്, അന്ന് നിങ്ങൾ കാരണം എൻ്റെ അച്ഛന് പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നില്ലേ എന്ന് ചോദിച്ചു. ഒക്കെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിക്കുക. ഇങ്ങനെ പിണങ്ങി തനിയെ കഴിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ സച്ചി ഇങ്ങനെ വർഷയോട് ചോദിക്കുക. അപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് വർഷ. അപ്പോൾ ഞാൻ നിൻ്റെ അച്ഛനെ അടിച്ചതായിരിക്കും പ്രശ്നമല്ലേ എന്ന് സച്ചി ചോദിച്ചു. ആ സമയം അദ്ദേഹം വന്ന് സംസാരിച്ചത് അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എനിക്കെന്ന് പറയുമ്പോൾ അങ്ങനെ സംസാരിച്ചു എന്ന് കരുതി അടിക്കണോ എന്ന് വർഷ ചോദിക്കാം. ഒരു ബഹുമാനമെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. വയസ്സിൻ്റെ നിങ്ങളുടെ അച്ഛനാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെങ്കിൽ നിങ്ങൾ അടിക്കുമോ എന്ന് ചോദിക്കുമ്പം നിൻ്റെ അച്ഛനെ പോലെ അല്ല എൻ്റെ അച്ഛൻ, അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയില്ല. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും എൻ്റെ അച്ഛൻ്റെ നാവിൽ നിന്ന് വരില്ല എന്ന് സച്ചി വർഷയോട് പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ മനസ്സേ തങ്കവാ, തനി തങ്കം എന്നൊക്കെ നമ്മുടെ വർഷയോട് സച്ചി. അഹങ്കാര വർത്താനത്തിന് അന്നേരം വർഷയ്ക്ക് ഒരു കുറവുമില്ല കേട്ടോ. നടന്നതൊക്കെ നടന്നു, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നിന്റെ അച്ഛൻ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ അടിച്ചു പോയി. അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവനും നീ എന്നെ വേണമെങ്കിൽ വെറുത്തോളാൻ പറഞ്ഞു സച്ചി ഈ വർഷയോട്. എന്നോടുള്ള ദേഷ്യം അതെങ്ങനെ വേണമെങ്കിലും നീ കാണിച്ചോ, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അന്ന് നടന്നതിൻ്റെ പേരിൽ എൻ്റെ അനിയനെ നീ ശിക്ഷിക്കരുത് എന്ന് സച്ചി വർഷയോട് പറയുക. പിന്നെ എത്ര കാലം നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പിരിഞ്ഞിരിക്കും, എങ്ങനെ തനിയെ ജീവിക്കും? കല്യാണത്തിന് ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള പ്രണയവും അതില്ലെങ്കിൽ സ്നേഹമൊക്കെ ഒഴുകിപ്പോയോ, അതൊക്കെ ഇല്ലാണ്ടായി പോയോ എന്ന് സച്ചി വർഷയോട് ചോദിക്കുക. അതിനൊന്നും വർഷയ്ക്ക് മറുപടിയില്ല. സച്ചിയുടെ ഓരോ ചോദ്യങ്ങൾക്കും വർഷയ്ക്ക് മറുപടിയില്ല. ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് പല പ്രശ്നങ്ങളും ഉണ്ടാകും. എപ്പോഴും ഒരുപോലെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും പോകണമെന്നില്ല. എൻ്റെ ഭാര്യ രേവതിയെ നീ നോക്ക്, എനിക്കും രേവതിക്കും ഇടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അവൾ എന്നെ വിട്ട് പോവില്ല എന്ന കാര്യം സച്ചി രേവതിയെ പറ്റി ഇങ്ങനെ വർഷയോട് പറയുക. എന്ത് പ്രശ്നം ഉണ്ടായാലും നോക്ക്, നമ്മൾ സ്നേഹിക്കുന്നവരെ വിട്ട് നമ്മൾ പോകരുത്, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നും പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഭാര്യാഭർത്താക്കന്മാർ അതൊക്കെ പരിഹരിച്ച് ജീവിത അവസാനം വരെ ഒന്നിച്ച് കഴിയുക വേണ്ടതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുക. രണ്ടുപേരും സന്തോഷത്തോടെ കഴിയേണ്ട സമയം ഇത്, അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. നിങ്ങളുടേതല്ലാത്ത ഒരു കാരണത്തിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം കെടുത്തി കളയരുത്.
രണ്ടുപേരും ഒന്നിച്ച് കഴിയണം, അതേ എനിക്ക് പറയാനുള്ളത്. നീ അവനെയും കൂട്ടി വീട്ടിലേക്ക് വരണമെന്നൊക്കെ ഇങ്ങനെ സച്ചി യാചനയെന്നുള്ള രീതിയിൽ വർഷയോട് പറയാം. നോക്ക്, നിങ്ങളില്ലാത്തടുത്ത് ഞങ്ങൾക്ക് എന്ത് സന്തോഷമുള്ളത്, അത് നീ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് പോയി. വർഷ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയും കൂട്ടുകാരനും കൂടി ഒരു സ്വാമിയെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ സ്വാമി ഇങ്ങനെ നിദ്രയിലിരിക്കുക, സമാധിയായ സ്വാമിയാണോ എന്ന് സുധി ഇങ്ങനെ ചിന്തിക്കുക. സ്വാമി സ്വാമി ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സുധി അവിടെ നിന്ന് കോപ്രായം കാണിക്കുമ്പോൾ കൂട്ടുകാരന്മാർ ഒന്നിവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി. ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും സ്വാമിയെ പോലെ തന്നെ നമ്മുടെ സുധിയും നിദ്രയിലേക്ക് ആണ്ടു. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, എന്തേ കാണിക്കുന്നത്? സ്വാമിയെ നോക്ക്, തൊഴുത് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ. എന്നിട്ട് ഇവർ രണ്ടുപേരും തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചെവിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പുള്ളിക്കാരൻ കണ്ണു തുറന്നു. കണ്ണു തുറന്നു. സ്വാമിജി, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവനാണ് എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂട്ടുകാരൻ പറയും. ഇവൻ കുറേ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ 7 ഡിഗ്രി ഉണ്ടെന്ന് സുധി. അതെ, പക്ഷേ ജോലിയൊന്നും ഇതുവരെ കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാമിജി എന്നും പറഞ്ഞ് മൂളിക്കൊണ്ടിരിക്കുക. പഠിച്ചത് കൊണ്ട് മാത്രം ജോലി കിട്ടണമെന്നില്ല എന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി വേണമെന്നും സ്വാമിജി പറയും. അപ്പം അത് തീരെ ഇല്ല സ്വാമി, ജോലി ഇല്ലാത്തത് കൊണ്ടേ വലിയ വിഷമത്തിലാണ്. ഇപ്പോൾ ഒരു ജോലിയൊക്കെ ശരിയായിട്ടുണ്ട്, പക്ഷേ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയൊരു തുക കെട്ടിവെക്കേണ്ടി വരും. അപ്പോൾ ബ്രോ ഒന്നും മിണ്ടാതിരുന്നേ, എനിക്ക് സ്വാമിജിയോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് നമ്മുടെ സുധി. അപ്പോഴേക്കും എടോ സ്വാമിജിയോട് ചോദ്യം ചോദിക്കണമെന്ന്. എടോ അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റില്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ എങ്ങനെ അടുത്തിരിക്കുക. അല്ലേ സ്വാമിയുടെ ഡിഗ്രീസ് ആൻഡ് ക്വാളിഫിക്കേഷനെ പറ്റി എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ടെന്ന് സുധി സ്വാമിയോട്. ആ സമയം അല്ല സ്വാമി, എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞത് പ്രകാരം ആരുടെയെങ്കിലും ജീവിതത്തിൽ നല്ലത് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ സുധി ചോദിക്കുക. അപ്പോഴത്തേക്കും കൂട്ടുകാരൻ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ അടുത്തിരിക്കുക. അല്ല, അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര പേരുടെ ജീവിതത്തിലാണെന്നൊക്കെ ചോദിക്കുക. അപ്പോഴത്തേക്ക് സ്വാമി ഇങ്ങനെ താടി ഇത്രയോ നീട്ടിയിട്ടുള്ള സ്വാമി ഇങ്ങനെ താടിയും വലിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക. ആ സമയത്ത് സുധി ഉമ്മ പോയി ഓരോ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെയും സുധിയുടെ കാര്യം കട്ടപ്പോകെ ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ രസകരമായിട്ടുള്ള ഒരു കഥയും കഥാവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ.